ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഞാൻ മനു. നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട് കാണുമല്ലോ. നമ്മുടെ 0 to Infinity ബാച്ചിലെ കോഴ്സുകളെ പറ്റിയെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞ്. എന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെ മനസ്സിലൊരു ഡൗട്ട് കാണും, ഈ കോഴ്സുകളെല്ലാം കൂടെ ഞാൻ 4 വർഷം എങ്ങനെ പഠിക്കും? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു കോഴ്സല്ല, 1000 കോഴ്സിൻ്റെ സംഗമമാണെന്ന്. ഈ കോഴ്സുകളെല്ലാം കൂടെ ഞാൻ എങ്ങനെയാണ് 0 to Infinity ബാച്ചിൽ പഠിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കോഴ്സുകളെ കുറിച്ചെല്ലാം കേട്ടിട്ട് മൊത്തത്തിൽ എന്താണ് പറയുന്നത്, ഒരു മിസ്റ്ററി പോലായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്. എന്നാൽ ഞാനിപ്പം വന്നിരിക്കുന്നത് എങ്ങനെയാണ് 4 വർഷം നിങ്ങൾ ഈ കോഴ്സുകളിലൂടെ പോകേണ്ടത്, അല്ലെങ്കിൽ 0 to Infinity ബാച്ചിൻ്റെ ഒരു സ്ട്രക്ചർ പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പല കുട്ടികളും നമ്മളോട് ചോദിക്കലുണ്ട്, ഇതെന്താണ് ബിടെക്കിൻ്റെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതാണോ, പേപ്പർ ട്യൂഷനാണോ എന്ന്. ആക്ച്വലി ബിടെക്കിൻ്റെ പേപ്പർ പഠിപ്പിക്കലും ഇതിനകത്തുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ സിനിമയിൽ മറ്റേ ലാല് പറയല്ലേ, 10ാം ക്ലാസ് പാസ്സായാലല്ലേ ഡിഗ്രിക്ക് പോകാൻ പറ്റുമെന്ന്. പക്ഷേ ഒരു എഞ്ചിനീയറിംഗ് കുട്ടി, ഇന്നത്തെ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഞ്ചിനീയറിംഗ് കുട്ടി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഒന്നേ അവന് സപ്ലിമെൻ്ററി ആവും, അല്ലെങ്കിൽ അവനൊരു സബ്ജക്റ്റ് പാടായിട്ട് തോന്നിയാൽ പിന്നെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ എങ്ങനെയെങ്കിലും ഈ പേപ്പറുകളൊന്നും സപ്ലി ആകാതെ ബിടെക് ഒന്ന് പാസ്സാകണമെന്നാണ്. അവൻ കഷ്ടപ്പെട്ട് സമയം മുഴുവൻ അതിനെ സ്പെൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അവൻ പാസ്സായിട്ട് നല്ല പെർസെൻറ്റേജോട് കൂടിയിട്ട് ഇറങ്ങും. പക്ഷെ അങ്ങനെ ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു ജോലി കിട്ടുകയില്ല, അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റിയെ പറ്റി അവന് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ഈ പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വെറുതെ പേപ്പറുകൾ പാസ്സാകുന്ന ഒരാളെ അല്ല കമ്പനികൾക്ക് വേണ്ടത്. നമ്മുടെ എന്താണ് പറയുന്നത്, ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് നമ്മുടെ സ്കില്ല് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്ത് അപ്സ്കിൽ ചെയ്തിട്ടുള്ള സ്കിൽഡ് ആൾക്കാരെയാണ് ഇൻഡസ്ട്രിക്ക് ആവശ്യം. ഇന്നത്തെ എൻജിനീയറിംഗ് മേഖല മുഴുവൻ തകരാനുള്ളതിന് മെയിൻ കാരണം ഇതാണ്. എല്ലാവർക്കും ഒരു ശ്രദ്ധയുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് എൻജിനീയറിംഗ് പേപ്പർ പഠിക്കണമെന്ന്. അല്ലെങ്കിൽ ബിടെക്കിൻ്റെ ഈ സബ്ജക്റ്റിനെ പേടിയാണ് സത്യത്തിൽ. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് മുഴുവൻ സമയം അവർ ഈ എൻജിനീയറിംഗ് പേപ്പർ പഠിക്കാനാണ് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ അവർക്ക് എവിടാണ് അപ്സ്കില്ലിങ്ങിനുള്ള ടൈം കിട്ടുന്നത്? അവിടാണ് 0 to Infinity ബാച്ചിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ശരിക്ക് ഈ പറയുന്ന എൻജിനീയറിംഗ് മേഖലയിലുണ്ടായ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരുപാട് വിഷണറീസ് അല്ല, ഒരുപാട് ആൾക്കാർ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ ആർക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ഒരു കോഴ്സ്, എൻജിനീയറിങ്ങിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് എം സിഗ്മ ഗോകുലം 0 to Infinity എന്ന പേരിൽ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഇനി ഈ കോഴ്സിൽ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും ഒരു ബിടെക് പഠനം മാത്രമല്ല, 4 വർഷത്തെ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി ഫസ്റ്റ് ഇയറിലായിരിക്കും നിങ്ങൾ ഈ 0 to Infinity ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്. നിങ്ങളെ 4 വർഷം നമ്മളൊരു ജേണിയിലേക്ക് കൊണ്ടുപോവാണ്, 0 to Infinity. അതായത് എൻജിനീയറിങ്ങിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അനന്ത സാധ്യതകളിൽ വരെ നിങ്ങളെ എത്തിക്കത്തക്ക രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറേ നേരമായി ഞാൻ പറയുന്നു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാൻ ആഗ്രഹം കാണും ഇതെങ്ങനെയാണെന്ന്. ഞാൻ ആ കോഴ്സ് സ്ട്രക്ചർ നിങ്ങളോട് പറയാൻ പോവാണ്. ഓഫ് കോഴ്സ് 0 to Infinityയിൽ എല്ലാ സെമസ്റ്ററിലെയും ബിടെക് പേപ്പറും അതിൻ്റെ ഇൻറ്റേർണൽ എക്സാംസിൻ്റെ ട്രെയിനിങ്ങും, അതോടുകൂടി തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മളൊരു മോഡൽ എക്സാമും നടത്തിയിട്ട് നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിനേക്ക് വിടത്തുള്ളൂ. ഞാൻ ഈ ബിടെക് പേപ്പറിനെ അധികം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർമാരെയാണ് ഞാൻ അണിനിരത്തിയേക്കുന്നത്. ഇൻഡസ്ട്രി നോളജും സബ്ജക്റ്റിൽ അത്രമാത്രം നോളജും എന്നാൽ ലളിതമായി പഠിപ്പിക്കുന്ന ഈ ടീച്ചർമാരുള്ളിടത്തോളം കാലം നിങ്ങൾ ബിടെക് പേപ്പർ പഠിക്കുന്നതിനെയോ സപ്ലിയെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ട. ഇനി എൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചുമ്മാ തിരിഞ്ഞിരുന്ന് എഴുതിയാൽ മതിയായിരിക്കും, യൂണിവേഴ്സിറ്റി പാസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലളിതമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ 6 മാസത്തിൽ ഒരു 2 മാസം മതിയായിരിക്കും നമ്മുടെ ബിടെക് സ്റ്റഡീസിന്. ബാക്കി 4 മാസങ്ങളും ഇൻഡസ്ട്രിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ല, ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽ ഡെവലപ്മെൻറ്റിനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ബിടെക്കിൻ്റെ പേപ്പർ എല്ലാ സെമസ്റ്ററിലും ഉണ്ടായിരിക്കും. പിന്നീട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വർഷം നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ഇൻ്റർവ്യൂ ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കോഡിങ്,
ഇത്രയും കാര്യം ഇതൊന്നും ഈ പറയുന്ന കോഡിങ് കാര്യങ്ങളൊന്നും നമുക്ക് ഒരു 6 മാസം കൊണ്ട് പഠിക്കേണ്ടതല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ വർഷവും കാണും, 4 വർഷവും നിങ്ങളെ കൊണ്ടുപോകും. അതിനകത്ത് കോഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കോഡിംഗ് എന്തെങ്കിലും ഒരു ചെറിയ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ പൈത്തൺ പഠിക്കാനുണ്ട്. ആ പൈത്തൺ പഠിച്ചുകൊണ്ട് നിങ്ങളൊരു ഇൻഡസ്ട്രിയിലേക്ക് ജോലി ചെയ്യത്തക്ക രീതിയിലാകുകയല്ല. എന്നാൽ നമ്മുടെ ഈ കോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ 4 വർഷം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി റെഡി സ്കിൽ ഉണ്ടാവുകയാണ്. ഇൻഡസ്ട്രി റെഡി സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ പാകത്തിന് നിങ്ങളെ ഈ കോഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യലാണ്. അപ്പോൾ ഈ പറയുന്ന സ്കില്ലുകളെല്ലാം നിങ്ങൾക്ക് 4 വർഷവും കണ്ടിന്യൂസ് ആയിട്ട്, കാരണം ബിടെക് പഠിക്കാൻ നമുക്ക് കുറച്ച് സമയം മതി, ബാക്കി എല്ലാ സമയവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിലായിരിക്കും. പിന്നീട് തന്നെ അറിയാം, ഇന്നത്തെ എൻജിനീയറിംഗ് മേഖല ശരിക്കും 6 ലക്ഷത്തോളം സീറ്റുകളാണ് നമുക്ക് ഇല്ലാതായത്. ഈ ഒരു പ്രശ്നം പഠിച്ചിട്ടുള്ള പല എൻജിനീയറിംഗ് വിഷനറീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ഇല്ല, ഇന്റേൺഷിപ്പ് ഇല്ല എന്ന്. ഈ പറയുന്ന ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, അല്ലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അറിയാം. 4ാം വർഷം ഒരു പ്ലേസ്മെൻറ്റ് കോളേജിൽ വന്നെന്നറിയുമ്പോഴത്തേന് ഏതാണ് കമ്പനി, എന്താണ് കമ്പനി, അതിനുള്ളിൽ ചെയ്യേണ്ടത് ഏത് വർക്കാണെന്ന് പോലും നോക്കില്ല. ഒരു പ്ലേസ്മെൻറ്റ് കമ്പനി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഓടി അങ്ങ് പോവുകയാണ്, അതേത് ഫീൽഡാണെന്ന് പോലും നോക്കുകയല്ല. കാരണം എന്താ, ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയില്ല. ഇവിടാണ് 0 to Infinity നമ്മൾ അടുത്ത പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും എല്ലാ സെമസ്റ്ററിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ ഇൻഡസ്ട്രിയൽ വിസിറ്റും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അതായത് നിങ്ങൾ ശരിക്കും ഫൈനൽ ഇയർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻഡസ്ട്രി എന്താണെന്നും ഇൻഡസ്ട്രിയിൽ ചെയ്യേണ്ട വർക്കുകൾ എന്താണെന്നും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കും. ഫൈനൽ ഇയറിൽ ഒരു പ്ലേസ്മെൻറ്റിന് നമ്മുടെ കുട്ടികൾക്ക് പറയാൻ സാധിച്ചിരിക്കണം, ആ പ്ലേസ്മെൻറ്റിന് ഞാൻ പോകുന്നില്ല, ബിക്കോസ് അതെൻ്റെ പാഷനിലുള്ള ജോബല്ല, സർവീസ് അല്ല ആ കമ്പനിയിലുള്ളതെന്ന്. ആ ഒരു തരത്തിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കലാണിത്. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ 4 വർഷം കൊണ്ടാണ് നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നല്ല, എം സിഗ്മ ഗോകുലം 0 to Infinity ബാച്ചിലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എഡ്ജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഫോർ ഡൈനാമിക് ഗ്രോത്ത് ആൻഡ് എംപ്ലോയബിലിറ്റി. ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഈ വലിയ വലിയ കമ്പനികൾ, ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ഇവരൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അവരൊക്കെ ക്യാമ്പസ് ഇവരല്ല. കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഒരു തവണ മറ്റോ ആണ് CET വന്നിട്ടുള്ളത്. അല്ലാതെ ഈ കമ്പനികൾ ആരും നമ്മുടെ ഈ കോളേജുകളിലൊന്നും വരികയില്ല. അവരെങ്ങനെയാണ് ആളെ എടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എന്താണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ശരിക്കും നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, 50 ലക്ഷം രൂപ സാലറി, 1 കോടി രൂപ സാലറി. ഈ പറയുന്ന ഒരു കോൾകോം പോലുള്ളൊരു കമ്പനി, അല്ലെങ്കിൽ കെയ്ഡൻസ് പോലുള്ള ഇത്രയും വലിയ വലിയ കമ്പനികൾ വന്നിട്ട് അവരുടെ മിനിമം പാക്കേജ് എന്ന് പറയുന്നത് ഒരു എൻജിനീയറിംഗ് കുട്ടി എടുക്കുന്ന 40 ലക്ഷം 50 ലക്ഷം രൂപയാണ്. അവരെങ്ങനെയാണ് ഈ പറയുന്ന കുട്ടികളെ എടുക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഒരിക്കലും അവർ വന്നിട്ട് ഒരു റെസ്യൂമിൽ, അല്ലെ വിദേശത്ത് തന്നെ പല വലിയ വലിയ കമ്പനികളുണ്ട്, AI ബേസ്ഡ് കമ്പനികളൊക്കെ. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപ വരെ ഈ പറയുന്ന സാലറി കൊടുക്കലുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ആളെ എടുക്കുന്നത്? നമ്മുടെ ഒരു റെസ്യൂം നോക്കുമ്പോൾ 100% മാർക്കുണ്ട്, അങ്ങനെയെന്നാണോ? ഒരിക്കലുമല്ല. ഒരു ബിടെക് കുട്ടിയുടെ റെസ്യൂം എടുക്കുമ്പോൾ തന്നെ, ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനൊരു 10 ജേണല്, അതിൽ തന്നെ ഒരു 5-6 പേപ്പർ അവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ ഒരു 3 പേപ്പറിന് പേറ്റൻ്റ് ഉണ്ട്. ഇങ്ങനെ കാണുന്ന ഒരു റെസ്യൂമിനെയാണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ വലിയ കമ്പനികൾ പറയും, എന്നാൽ അവനെ നമുക്കൊന്ന് ഇൻ്റർവ്യൂ എടുക്കാമെന്ന്. അല്ലാതെ ബിടെക് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് 100 മാർക്ക് മേടിക്കുന്ന ഒരാളെ അല്ല ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ എടുക്കുന്നത്. ഇതൊരു വലിയ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഈ സ്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ എഡ്ജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ എഡ്ജ് പ്രോഗ്രാമിൽ നമ്മൾ 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 1, കൊളാബറേഷൻ വിത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റി. 2, ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ. 3, എങ്ങനെ പേപ്പർ പബ്ലിഷ് ചെയ്യാം, അതിനെങ്ങനെ പേറ്റൻ്റ് എടുക്കാം. 4-മതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാബറേഷൻ വിത്ത് ഇൻഡസ്ട്രി ആൻഡ് NGOs. ഈ NGOസുമായിട്ടൊക്കെ കൊളാബറേഷൻ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി കൊളാബറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 3rd ഇയറൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യലുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, കാശ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് പോയി വെളിയിൽ നിന്ന് മേടിക്കും, അത് നേരെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിക്കും, എന്നിട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈ കൊളാബറേഷൻ വിത്ത് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, NIT സുരത്കലിൽ കെയ്ഡൻസ് എന്ന് പറയുന്ന കമ്പനി വന്നിട്ട് ഫൈനൽ ഇയറിൽ കുട്ടികൾക്ക് ഈ പ്രോജക്റ്റ് കൊടുക്കലുണ്ട്. 6 മാസമാണ്.
അവരുടെ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഒരു പാർട്ടായിരിക്കും കൊടുക്കുന്നത്. അത് ചെയ്യുന്ന കുട്ടിക്ക് ഓരോ മാസവും 60,000 60,000 രൂപ സ്റ്റൈബൻറ്റും കൊടുക്കും. നമ്മളെങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്? സീനിയേഴ്സിനോട് ചോദിച്ചറിയാം. 20,000 രൂപ കൊണ്ട് അങ്ങോട്ടൊരു പ്രോജക്റ്റ് സെൻറ്ററിന് കൊടുത്തിട്ട് അവിടുന്ന് പ്രോജക്റ്റ് മേടിച്ചിട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്താണ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉള്ളിടത്ത് ഒരു മാസം 60,000 കുട്ടിക്ക് ഇങ്ങോട്ട് ശമ്പളമല്ലേ സ്റ്റൈബൻഡായിട്ട് കിട്ടിയിട്ട് പ്രോജക്റ്റ് ചെയ്യുന്നത്. കൊളാബറേഷൻ വിത്ത് ഈ പറയുന്ന ഇൻഡസ്ട്രീസ്, കൊളാബറേഷൻ വിത്ത് NGOs എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ NGOസിന് ശരിക്കും അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് തന്നെ അറിയാം, വയനാടിൽ ലാസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേന് ഒരുപാട് പേര് തുണികളും കാര്യങ്ങളും ഒക്കെ കയറ്റി അയച്ച്. എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളും കുറേ പിരിവെടുത്ത് തുണികൾ അയച്ചിട്ട്, അത് മോശം കാര്യമൊന്നുമല്ല. എന്നാലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ തുണികൾ അയച്ചു കൊടുക്കുകയല്ല എൻജിനീയേഴ്സ് ചെയ്യേണ്ടത്. ആ നാച്ചുറൽ കലാമിറ്റിക്ക് ഒരു എൻജിനീയറിംഗ് സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് NGOസുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സത്യത്തിൽ ഈ എഡ്ജ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു റിസർച്ചിലേക്ക് അല്ലെ പേപ്പർ പബ്ലിഷ് ചെയ്ത് പേറ്റൻറ്റ്, അതായത് നിങ്ങൾ ഫൈനൽ ഇയർ എത്തുമ്പോൾ നിങ്ങളുടെ റെസ്യൂമിൽ ഞാൻ പറഞ്ഞത് സ്പോർട്സിലുണ്ടായിരുന്നു, ഗെയിംസിലുണ്ടായിരുന്നു, ആർട്സ് ക്ലബ്ബിലുണ്ടായിരുന്നു, ഡാൻസ് കളിച്ച് ഫസ്റ്റ് കിട്ടി, ക്വിസ് കോമ്പറ്റീഷന് കിട്ടി എന്നല്ല നിങ്ങളുടെ റെസ്യൂമിൽ വേണ്ടത്. അല്ലെ എനിക്ക് 90% മാർക്ക് കിട്ടിയെന്ന് മാത്രമല്ല വേണ്ടത്. നിങ്ങളുടെ ഫൈനൽ റെസ്യൂമിൽ നിങ്ങൾ ഈ പറയുന്ന പെർസെൻറ്റേജ് ഒന്നും എഴുതിയില്ലെങ്കിലും സാരമില്ല, എനിക്കൊരു 10 ജേണലുണ്ട്, അതിൽ തന്നെ ഉണ്ടല്ലോ ഈ പറയുന്ന ഒരു 10 പേപ്പർ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ ഒരു 3 എണ്ണത്തിന് എനിക്ക് പേറ്റൻ്റ് ഉണ്ടെന്ന് എഴുതി വെച്ചാൽ മതിയായിരിക്കും. വലിയ വലിയ കമ്പനികൾ നിങ്ങളെ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഈ പറയല്ലേ തമാശയ്ക്കൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നു. ആ ഒരു അവസ്ഥയിൽ എത്തിക്കലാണ്, അവസ്ഥ എന്നല്ല പറയേണ്ടത്, ആ ഒരു അത്ഭുതകരമായ നിമിഷത്തിൽ എത്തിക്കലാണ് എഡ്ജ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോഴും നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം ഏതെങ്കിലും കോളേജിൽ ക്യാമ്പസ് പ്ലേസ്മെന്റിന് വന്നിട്ടുണ്ടോ? ഇതെല്ലാം ഈ പറയുന്ന ലോകത്തിൽ ഇത്ര വലിയ വലിയ കമ്പനികളൊന്നും ഒരിക്കലും ക്യാമ്പസ് പ്ലേസ്മെന്റിനല്ല വരുന്നത്. ശരിക്കും ഒരുപാട് പറയുന്ന ഹാക്കർ എർത്ത് അല്ലെങ്കിൽ ലീഡ് കോഡ് എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അതായത് ശരിക്കും ഒരു 5-6 ശരിക്കും പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ എഡ്ജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ലീഡ് കോഡ് പോലുള്ളിടത്ത്. ഈ ലീഡ് കോഡിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ പ്രോബ്ലംസ് അവരതിനകത്ത് ഇട്ടിരിക്കും. നമ്മൾ ആ ലീഡ് കോഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് കയറിയിട്ട് ഈ പറയുന്ന കോഡിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ഹാക്കർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ചില കോമ്പറ്റീഷൻസ് നടക്കുന്നതാണ്, ചില ഈ കോഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിനേഷൻ നടക്കുന്നുണ്ട്, കോമ്പറ്റീഷൻസ് നടക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞിട്ട് അവരൊരു കോഡിനകത്തുള്ള പ്രശ്നങ്ങൾ ഇടുക, നമ്മൾ സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നവരെയാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ ജോബിനെടുക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളോട്, അല്ലെ ഫൈനൽ ഇയർ പഠിച്ചിറങ്ങുന്ന കുട്ടികളോട്, അല്ലെ ഇനി എന്താണ് പറഞ്ഞാൽ 4 വർഷം മുമ്പ് ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അവർ കേട്ടിട്ട് പോലും ഉണ്ടാകുകയില്ല. ശരിക്കും സിംപിളി നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും എല്ലാം ചെയ്യുക എന്നല്ല, നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് എന്താണോ പാഷൻ, നിങ്ങൾ ആ ജോബാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്ത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അവന്യൂസും എല്ലാ ഓപ്പർച്യൂണിറ്റീസും അറിഞ്ഞിട്ട് വേണം എനിക്ക് എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനായിട്ട്. അതായത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0 to Infinity ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാ പേപ്പറുകളും, എൻജിനീയറിങ്ങിന് വേണ്ട എല്ലാ പേപ്പറുകളും നമ്മൾ പാസ്സാക്കും. അതിലൊരു കാര്യം ഓർത്തണം, അത് നമുക്കൊരു 10% വെയിറ്റേജ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളെല്ലാ പേപ്പറും പഠിക്കും. അതിനുശേഷം 4 വർഷം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ല്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ്, നിങ്ങളുടെ കോഡിങ് സ്കില്ല്, പിന്നെ എഡ്ജ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ്, പിന്നെ ഇൻറ്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് 4ാം വർഷം നിങ്ങളൊരു ബെസ്റ്റ് സ്കില്ലുള്ള എൻജിനീയറാക്കി മാറ്റിയതിന് ശേഷം ഫൈനൽ ഇയറിൽ എംസിഗ്മ ഗോകുലത്തിൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അതായത് നമുക്കൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ബിൽഡിംഗ് ഉണ്ട്. ഈ സ്കിൽഡ് ആക്കിയെടുത്ത് നിങ്ങളെ ആ പ്ലേസ്മെൻറ്റ് ക്യാമ്പസിൽ ഇരുത്തിയാൽ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് കമ്പനികൾ ഇവിടെ വന്നിരിക്കും.
അല്ലെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്തതിനും ശേഷം മാത്രമേ മറ്റു കോളേജുകളിലേക്ക് പോലും ഈ കമ്പനികൾ പോകത്തുള്ളൂ. ആ രീതിയിലുള്ള ഒരു എൻജിനീയറിംഗിൻ്റെ എംപവർമെൻ്റ് അല്ലെ സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയറെ ഉണ്ടാക്കിയെടുക്കലാണ് സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ടെസ്ല പോലത്തെ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെങ്ങും ഒരു പ്ലേസ്മെൻറ്റിനെ വന്നിട്ടില്ല. കാരണം അവർക്കൊക്കെ വേണ്ടത് അത്ര സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനെയാണ്. സത്യം പറയല്ലോ, ഇത് ടെസ്ല വരുമെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പറയാം, നമ്മുടെ സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിലെ 4 വർഷത്തിലെ പ്രോസസ്സിലൂടെ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഏറ്റവും സ്കില്ലുള്ള ബെസ്റ്റ് എൻജിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ ഇരുത്തിയാൽ ടെസ്ല വരെ ഇവിടെ വരണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ആ അച്ചീവ്മെൻറ്റിലേക്ക് നമ്മളെത്തും. അതായത് സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിൽ നിങ്ങൾ 4 വർഷം ഈ ജേണിയിലൂടെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഈ എഡ്ജ് കോഴ്സ് വഴി ഈ ഗൂഗിൾ പോലൊരു വലിയ ജോബാണ് കിട്ടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ തന്നെയാണ് പോകേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ 4 വർഷം നിങ്ങൾക്ക് കുറേ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതിനകത്തൊരു കാര്യമാണ്, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഈ 3 വർഷം കോഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും വേണേൽ ജോലികൾ കിട്ടാം. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, എൻജിനീയറിംഗ് മുഴുവൻ പഠിച്ചിട്ട് ജോലി കിട്ടാതിരുന്നിട്ട് ഈ കോഡിങ്ങിന് വേണ്ടി മാത്രം 50,000 രൂപ കൊടുത്ത് കോഴ്സിന് പോയിട്ട് ആ കോഡിങ് പഠിച്ച് ജോലി കിട്ടുന്നവരുണ്ട്. ശരിക്കും നമ്മുടെ സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിൽ ഒരു ചെറിയ പ്രോഗ്രാമാണ് ഈ കോഡിംഗ് എന്ന് പറയുന്നത്. ഈ കോഡിങ് നിങ്ങൾ 3 വർഷം കൊണ്ട് ഇൻഡസ്ട്രി റെഡി സ്കിൽ ഉണ്ടാക്കുവാണ്. അപ്പോൾ അതുവഴിയും ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 ജോബുകൾ കിട്ടാം. ഗൂഗിൾ പോലൊരു വലിയ ജോബ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പൊക്കോളൂ. 4 വർഷത്തെ നമ്മുടെ ജേണിയിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെ ലോകത്തിലെ ബെസ്റ്റ് ഒരു കമ്പനി ജോബ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ചൂസ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഈ പറയുന്ന കോഡിങ്ങിലൂടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയുന്നത്, ഇൻഫോസിസ്, UST ഗ്ലോബൽ പോലുള്ള ഈ സോഫ്റ്റ്വെയർ ഫേമിൽ നമുക്ക് ജോബ് കിട്ടാം. സത്യത്തിൽ അങ്ങനെ ഒന്ന് കിട്ടുവാണെങ്കിൽ ആ ട്രാപ്പിലും നിങ്ങൾക്കത് ഇഷ്ടമാണ്, ഡെഫിനറ്റ്ലി ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും അവിടെ നിർത്തരുത്. ഇതിനും മേലെയുള്ള ജോബുകളുണ്ട്. PSU, സെൻട്രൽ ഗവൺമെൻറ് PSUs എന്ന് പറയുന്നത് 21ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ ആനുവൽ ഇൻകം കിട്ടുന്ന SPCL, ONGC പോലുള്ള മഹാരത്ന കമ്പനികളിൽ നിങ്ങൾക്ക് ജോബ് ചെയ്യാം. അതിനായിട്ടെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിലെ മോസ്റ്റ് റെപ്യൂട്ടഡ് ജോബാണ്. അതിനായിട്ട് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനുണ്ട്. അതായത് ഗേറ്റ്, IES, PSUs എക്സാംസ് ആൻഡ് IES എക്സാംസ്. സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ ഗേറ്റ് പ്രൊവൈഡ് ചെയ്യും, ISR കോച്ചിങ് പ്രൊവൈഡ് ചെയ്യും, IES കോച്ചിങ് പ്രൊവൈഡ് ചെയ്യും, PSUs കോച്ചിങ്ങും ടെക്നിക്കൽ എക്സാംസ് കോച്ചിങ്ങും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സീറോ ടു ഇൻഫിനിറ്റി ബാച്ചിൽ ആ 4 വർഷത്തെ ഒരു ജേണിയുണ്ട്. ആ 4 വർഷത്തെ ജേണി നമ്മുടെ കൂടെ അങ്ങ് യാത്ര ചെയ്താൽ മതി. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ റെപ്യൂട്ടഡ് ജോബ് കിട്ടാനായിട്ട് നിങ്ങളുടെ ഒരു എക്സ്ട്രാ എഫേർട്ട്, അതായത് ഡെയിലി ഒരു 1 അവർ നിങ്ങൾ ഗേറ്റിന് പഠിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IITസിൽ MTech ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് PSUസിലേക്ക് ജോബിന് പോവാം. ശരിക്കും എന്തുമാത്രം PSUs ഉണ്ടെന്നറിയാമോ? അതായത് എൻജിനീയറിംഗ് പഠിച്ചിട്ട് ജോലിയില്ല എന്ന് പലരും പറയലുണ്ട്. അത് ഈ പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള PSUസിനെ പറ്റിയോ അല്ലെ ഇൻഡസ്ട്രിയെ പറ്റിയോ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഗേറ്റ് വഴി നമുക്ക് ഒന്നേൽ IIT പോകാം. IIT പോയി കഴിഞ്ഞാലുള്ള എന്തുമാത്രം പ്ലേസ്മെൻറ്റുകളാണ് അവിടെ നടക്കുന്നറിയാവോ? നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കമ്പനികൾ ഈ IITസിലേ വരത്തുള്ളൂ. ഗേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള IITയിൽ MTech ചെയ്യാനൊരു അവസരമാണ്. MTech ചെയ്താൽ നിങ്ങൾ ടീച്ചർമാർ മാത്രമല്ല ആകുന്നത്. ആ MTech പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന IITസിൽ വരുന്ന കമ്പനീസ് ഉണ്ട്. നിങ്ങളൊന്ന് നോക്കണേ എന്തുമാത്രം കമ്പനീസാണെന്ന്. ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കമ്പനികളായിരിക്കും. ഈ കമ്പനീസൊക്കെ നമ്മുടെ IITസിൽ മിനിമം ഒരു 40 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ആനുവലിന് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കി എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയേ. നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറയാം. ഫൈനൽ ഇയർ കുട്ടികളെ ഇത് കാണിച്ചാൽ അറിയാം ഇത് കണ്ടിട്ടില്ല. അടുത്ത ഞാൻ പറഞ്ഞിരുന്നു, ഗേറ്റ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് PSUസിൽ ജോബ് ചെയ്യാം. PSUസിനെ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. മഹാരത്ന കമ്പനികളൊന്നും നോക്കിയേ ഇത്രയുണ്ട്. നവരത്ന കമ്പനികൾ നോക്കിയേ. ഇനി ശരിക്കും നോക്കിയാൽ മിനിരത്ന കമ്പനികൾ എത്രമാത്രം മിനിരത്ന കമ്പനികളാണെന്ന് നോക്കിയേ. ഇതിനകത്തൊക്കെ നിങ്ങൾ HMT കേട്ടിട്ടുണ്ടായിരിക്കാം, എയർപോർട്ട് അതോറിറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. ബാക്കി എന്തുമാത്രം കമ്പനികളാണ് കേൾക്കാനുള്ളത്. അതായത് BTech പഠിച്ചാൽ ജോലിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ്.
പഠിക്കേണ്ട രീതിയിൽ ഇൻഡസ്ട്രി ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കില്ലും ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്ന ഒരു എൻജിനീയർ ഉണ്ടെങ്കിൽ അവന് ഒന്നല്ല 1000 ജോബുകൾ ഉണ്ടായിരിക്കും. ഇനി ചിലർക്കെന്ന് പറഞ്ഞില്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഈ പാഷൻ അനുസരിച്ചാണ് നമുക്ക് ജോബ് പോകേണ്ടത്. എല്ലാവർക്കും ടെക്നിക്കൽ ജോബല്ല ആഗ്രഹം. ചിലർക്ക് എന്തുണ്ട് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട്. അങ്ങനെയുള്ളവർ പോകേണ്ടത് എന്താണ്, ക്യാറ്റ് കോച്ചിങ്ങിനാണ്. ക്യാറ്റ് കിട്ടിയിട്ട് IIM-ലാണ് പഠിക്കേണ്ടത്. അങ്ങനെ മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ഒരാൾക്ക് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗേറ്റ്, ISR, ക്യാറ്റ് എന്ന് വേണ്ട ഒരു എൻജിനീയർക്ക് വേണ്ട എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കോച്ചിങ്ങുകളും ഈ 0 to Infinity ബാച്ചിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ക്യാറ്റിന് പോകണോ ടെക്നിക്കൽ പോകണമെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആപ്പ് മുഴുവൻ AI ബേസ്ഡ് ആണ്. നിങ്ങളുടെ കരിയർ മുഴുവൻ ശരിക്കും AI ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച്, നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ക്യാറ്റിന് പോകണോ ഗേറ്റിന് പോകണോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെ 0 to Infinity ബാച്ചിലെ 4 വർഷത്തെ ആ ജേണി ഞാനൊരു ഒറ്റ സ്ട്രെച്ചിൽ 1 മിനിറ്റിൽ നിങ്ങളോട് പറയാം. നമ്മൾ 4 വർഷവും എല്ലാ BTech പേപ്പറുകളും പഠിച്ചിരിക്കും. BTech പേപ്പറിന് നമ്മൾ വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ബാക്കി സമയം മുഴുവൻ നമ്മൾ എന്താണ് പറയുന്നത്, അപ്സ്കില്ലിങ്ങിനായിരിക്കും. നമ്മുടെ സോഫ്റ്റ് സ്കില്ല്, കമ്മ്യൂണിക്കേഷന്, പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്, ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്, എല്ലാം തന്നെ കോഡിങ്, എഡ്ജ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം എന്താണ് പറയുന്നത് ഓരോ വർഷം 4 വർഷം എടുത്തിട്ടാണ് നിങ്ങൾ ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് കൂടാതെ ഇൻറ്റേൺഷിപ്പും ഇൻഡസ്ട്രിയൽ വിസിറ്റും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങും നിങ്ങൾക്ക് കാണും. എഡ്ജ് പ്രോസസ്സിൽ തന്നെ നിങ്ങൾ എങ്ങനെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുക, എങ്ങനെ പേറ്റൻ്റ് എടുക്കാം, ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യുക, ഇൻഡസ്ട്രി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയർ ആയതിനു ശേഷം അവസാന വർഷം എംസിഗ്മയുടെ ക്യാമ്പസിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഈ ചെറിയ ഇതിലൊന്നും നിങ്ങൾ ഒതുങ്ങരുത്. ഇതിനും മേളിൽ പോകാനായിട്ട് ഗേറ്റ്, IS എന്ന് വെച്ചാൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, ഒരു ഇന്ത്യൻ എഞ്ചിനീയർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ജോബാണ്. പിന്നെ ഈ പറയുന്ന PSUസിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഇത്രയും കമ്പനികളുടെ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ഈ എക്സാമിനേഷൻ്റെ ഒരു സൂപ്പർ സെറ്റ് എക്സാമാണ് നമ്മുടെ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. ഗേറ്റ് എക്സാം പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 0 to Infinity ബാച്ച് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജിനീയർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന് 4 വർഷം നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് എൻജിനീയറാക്കി പുറത്തിറങ്ങാനാണ് 0 to Infinity ബാച്ച് ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം ആദ്യമായിട്ട് എംസിഗ്മ ഗോകുലം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്.